സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. വിജയിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന അലക്സാണ്ടറുടെ വാക്കുകൾ പ്രചോദനം. വെറുപ്പില്ലാതാക്കുക എന്ന സന്ദേശവുമായി 15 ദിവസം 4 സംസ്ഥാനങ്ങൾ സൈക്കിളുമായി യാത്ര ചെയ്ത് ഒരു യുവാവ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ വാക്കുകൾ പ്രചോദനം. വെറുപ്പില്ലാതാക്കുക എന്ന സന്ദേശവുമായി 15 ദിവസം സൈക്കിളിൽ 4 സംസ്ഥാനങ്ങൾ താണ്ടി യാത്ര പൂർത്തിയാക്കി. തെലങ്കാനയിലെ ഗമ്മത്ത് നിന്നും രാജസ്ഥാനിലെ ഉദയ്പൂരിലേക്ക് 15 ദിവസത്തെ സൈക്കിൾ യാത്ര പൂർത്തിയാക്കിയ ഒരു യുവാവിന്റെ അനുഭവങ്ങൾ കേൾവിക്കാരന് പ്രചോദനമാകും. പേർഷ്യൻ കപ്പലുകൾ കത്തിച്ചു കളഞ്ഞ് വിജയിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന അലക്സാണ്ടർ ചക്രവർത്തിയുടെ വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയാണ് ഈ യുവാവ് തന്റെ ഒറ്റയ്ക്കുള്ള സാഹസിക യാത്രയ്ക്ക് തുടക്കമിട്ടത്. സെപ്റ്റംബർ 28 പുലർച്ചെ 4 മണിക്ക് ഖമ്മത്ത് നിന്നും കാർഡിയാക് XC900 മൗണ്ടൻ ബൈക്കുമായി യാത്ര തിരിച്ച അദ്ദേഹം 4 സംസ്ഥാനങ്ങൾ താണ്ടി ലക്ഷ്യസ്ഥാനത്തെത്തി. തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയ ഈ യാത്രയിൽ യുവാവ് ലോകത്തോട് പറയാൻ ആഗ്രഹിച്ച സന്ദേശം ഒന്നായിരുന്നു: വെറുപ്പില്ലാതാക്കുക. യാത്രക്കിടയിൽ വെറുപ്പാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വഴിയിൽ കണ്ടുമുട്ടിയ പുതിയ തലമുറ യൂട്യൂബ് ചാനലിനെക്കുറിച്ചും ഇൻസ്റ്റഗ്രാം ഐഡിയെക്കുറിച്ചും ചോദിച്ചപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ തനിക്ക് അക്കൗണ്ടുകൾ ഇല്ലെന്ന് കേട്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ പ്രായമായവർ അനുഗ്രഹിച്ചും പ്രോത്സാഹിപ്പിച്ചും അദ്ദേഹത്തെ യാത്രയാക്കി. ആസിഫാബാദ് വനമേഖല കടന്ന് മഹാരാഷ്ട്രയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഹൈവേ നിർമ്മാണം കാരണം 30-40 കിലോമീറ്റർ ദൂരം കനത്ത പൊടിയിലും ട്രക്കുകളുടെ ഇടയിലും സൈക്കിളുമായി സഞ്ചരിക്കേണ്ടി വന്നു. അവിടെ വെച്ച് സൈക്കിൾ പമ്പ് നഷ്ടമായെങ്കിലും മുന്നോട്ട് തന്നെ നീങ്ങി. യാത്രക്കിടയിൽ വഴിയിൽ കണ്ടുമുട്ടിയ മനുഷ്യരുടെ സ്നേഹവും കരുണയും ഈ യാത്രയുടെ പ്രധാന ആകർഷണമായി. ചന്ദ്രപൂരിൽ വെച്ച് സൈക്കിൾ വൃത്തിയാക്കാൻ 100 രൂപ മാത്രം വാങ്ങിയ സൈക്കിൾ മെക്കാനിക്കും ക്ഷേത്രത്തിൽ താമസിപ്പിച്ചതിനു പുറമെ നവരാത്രി ആഘോഷങ്ങൾ കാണിച്ചുകൊടുത്ത് ഭക്ഷണവും അനുഗ്രഹവും നൽകിയ പണ്ഡിറ്റ്ജിയും വെറുതെ ചോദിച്ച ഈന്തപ്പഴം, പാക്കറ്റും ബിസ്ക്കറ്റും വെള്ളവും സൗജന്യമായി നൽകിയ കടക്കാരനും ഈ സ്നേഹത്തിന്റെ തെളിവുകളായിരുന്നു. എല്ലാ മതങ്ങളും പറയുന്നത് ഒന്നാണ്: മനുഷ്യൻ ഒരേ മണ്ണിൽ നിന്നുള്ളവനാണ് എന്ന് പറഞ്ഞ് മതങ്ങളെയും മനുഷ്യരെയും കുറിച്ച് സംസാരിച്ച ഗാരി സിംഗിന്റെ വാക്കുകൾ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിൽ വെച്ച് ചോദിക്കാതെ തന്നെ സഹായം വാഗ്ദാനം ചെയ്ത നല്ല മനുഷ്യരെയും ലാളിത്യത്തോടെ ജീവിക്കുന്ന ഗ്രാമീണരെയും അദ്ദേഹം അടുത്തറിഞ്ഞു. 15 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഉദയ്പൂരിൽ എത്തിയപ്പോൾ ഹൈദരാബാദിൽ നിന്നും വിമാനത്തിൽ 2 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരം സൈക്കിളിൽ താണ്ടിയതിന്റെ മഹത്തായ പാഠം അദ്ദേഹം മനസ്സിലാക്കി. ഉദയ്പൂരിൽ വെച്ച് ഫ്രഞ്ച് സഞ്ചാരിയായ ചേടിയെ കണ്ടുമുട്ടിയതും യാത്രാനുഭവങ്ങൾ ക്യാമറയിൽ പകർത്താൻ അദ്ദേഹം സഹായിച്ചതും ഓർമ്മകളായി. ഈ യാത്ര തന്നെ പഠിപ്പിച്ചത് ഒന്നു മാത്രം: മനുഷ്യനെ വേർതിരിക്കുന്നത് വെറുപ്പാണ്, അവനെ ബന്ധിപ്പിക്കുന്നത് സ്നേഹമാണ്. പേരറിയാത്തവരും മതമറിയാത്തവരുമായ മനുഷ്യരാണ് തന്നെ സഹായിച്ചതെന്നും യാത്ര ലക്ഷ്യത്തിലെത്തലല്ല, മറിച്ച് ആത്മാവിന്റെ ഉണർവാണെന്നും അദ്ദേഹം പറയുന്നു. ഈ ചെറിയ യാത്ര ഒരാൾക്കെങ്കിലും പ്രചോദനമാകട്ടെ എന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹം മടങ്ങിയത്. നമസ്കാരം, എൻ്റെ പേര് ഭവൻ. ഞാൻ പാലക്കാട് ജില്ലയിലെ തരൂർ പഞ്ചായത്തിലെ പഴമ്പാലക്കോടാണ് എൻ്റെ വീട്. ഞാൻ തെലങ്കാനയിലെ ഖമ്മം ജില്ലയിൽ ഫാം ഡി വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ മാസം 28-ാം തീയതി ഞാനൊരു യാത്ര ഇറങ്ങിത്തിരിച്ചു. ഒരു സൈക്കിൾ യാത്ര. ഏകദേശം 1500 കിലോമീറ്റർ ആയിരുന്നു യാത്ര. തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ 4 സംസ്ഥാനങ്ങളിലൂടെയായിരുന്നു യാത്ര. സ്റ്റോപ്പ് ഹേറ്റ്രേറ്റ്, വെറുപ്പില്ലാതാക്കുക എന്നൊരു സന്ദേശവുമായിട്ടാണ് ഞാൻ ഈ യാത്ര ഇറങ്ങിത്തിരിച്ചത്. എല്ലാ പല സംസ്കാരങ്ങളും മനുഷ്യരെയും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നിറഞ്ഞൊരു യാത്രയായിരുന്നു ഇത്. ഈ യാത്രയ്ക്ക് വേണ്ടി എന്നെ സഹായിച്ച, എനിക്ക് സപ്പോർട്ട് നൽകിയ എല്ലാവർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും, കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് CCV.